പ്രൈസ് ദ ലോർഡ്. ഷെക്കിന ടി വിയുടെ ഷെക്കിന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ വിശ്വാസ പരമ്പരയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ദൈവപരിപാലനയാൽ നമ്മൾ 75-ാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത് സന്ദേശങ്ങൾ നൽകിയ അഭിവന്യ പിതാക്കന്മാർ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ടോക്കുകൾ നൽകി സഹായിച്ച സഹോദരി സഹോദരന്മാർ, യൂത്ത്, എല്ലാവർക്കും ഏറെ നന്ദി അർപ്പിക്കുന്നു. തുടർന്നും വലിയ ദൈവാനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ബ്രദർ സന്തോഷ് കരിമത്രയ്ക്കും നാട്ടിലെ ഷെക്കീന ടി വിയുടെ ടെക്നിക്കൽ സപ്പോർട്ടിനും പ്രത്യേകമായി നന്ദി പറയുന്നു. ന്യൂയോർക്കിലും USA-യിലും ഇപ്പോൾ കാനഡയിൽ നിന്നും നമുക്ക് ടോക്കുകൾ ലഭിക്കുന്നുണ്ട്. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. സഭയുടെ മഹത്വത്തിനായി ലോകത്തിന് സാക്ഷ്യമായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ആമേൻ, ഹല്ലേലൂയ. പ്രോവിഡൻസ്, പ്രൂഡൻസ്, പ്രൊട്ടക്ഷൻ. നമ്മൾ ഇന്ന് ഈ പരമ്പരയിൽ പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് നന്ദിയായിട്ട് അവിടുത്തെ ദൈവിക പരിപാലനയെക്കുറിച്ച് തന്നെ അല്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവിക പരിപാലന, ദൈവിക ജ്ഞാനം, ദൈവിക സംരക്ഷണം. പ്രൂഡൻസ്, അത് അവിടുത്തെ അരുളപ്പാടാണ്. അത് അവിടുത്തെ ജ്ഞാനത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ജഡ്ജ്മെൻ്റാണ്. അവിടെ അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളുമുണ്ട്. പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അവിടുത്തെ അരുളപ്പാടുകൾ ആണ്. ഇതേ ദൈവവചനം ഈശോയിൽ നമുക്ക് രക്ഷാകരമായി ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഓർമ്മപ്പെടുത്തലുകളുമായിട്ട്. പ്രൂഡൻസ്, അത് മൗലിക സുഹൃതങ്ങളിൽ ഒന്നാണ്. CCC 1805 ഇതിൻ്റെ വിവരണമുണ്ട്. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ജെറമ്യ 49:7. ഏദോമിനെ കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ? വിവേകിയുടെ വിവേകം നശിച്ചു പോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? വിവേകവും ജ്ഞാനവും ഏറെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്നാണ് വിവേകത്തിൻ്റെ പ്രവൃത്തികൾ പുറത്തു വരുന്നത്. പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നത് ബാറൂക്ക് 3:14, ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക, ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. യെശയ്യാ 11:1-2 തിരുവചനങ്ങൾ. പ്രോവിഡൻസ്, ദൈവിക പരിപാലന ദൈവിക ജ്ഞാനത്തിൽ സംവിധാനം ചെയ്യപ്പെട്ട് ലഭിക്കുന്ന നിശ്ചിത ക്രമമാണ്. അവിടുന്ന് നേരിട്ടും പ്രവാചകരിലൂടെയും സംസാരിക്കുന്നു. ആയത് അവിടുത്തെ മഹാനിശ്ചയത്തിൻ്റെ അറിയിപ്പും വിളംബരവുമാണ്. ആയതിൻ്റെ സുനിശ്ചിത പൂർത്തീകരണത്തിനുള്ള ഉറച്ച നിലപാടും പുരോഗതിയും മുന്നേറ്റവുമാണ് അവിടുത്തെ പരിപാലനയിൽ സംരക്ഷിക്കപ്പെടുന്നത്.
വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും അവിടുത്തെ കരുതലും പരിപാലനവും സംബന്ധിച്ച വെളിപ്പെടുത്തലുകളും വിവരണങ്ങളും വായിച്ചെടുക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി 3:15, അതിൽ അവിടെ രക്ഷകനെ കുറിച്ചുള്ള സൂചനയുണ്ട്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തുമെന്ന് നിയമാവർത്തനം 18:15 നമ്മൾ വായിക്കുന്നു. ഔരസപുത്രനെ ഉയർത്തി രാജ്യം സുസ്ഥിരമാക്കുമെന്ന് 2 സാമുവേൽ 7:12 നമ്മൾ വായിക്കുന്നു. ഇമ്മാനുവേൽ പ്രവചനം സംബന്ധിച്ച് യെശയ്യാ 7 വിവരിക്കുന്നു. ബെത്ലേഹം, എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. മിക്ക 5:2. അവിടുത്തെ പരിപാലനയ്ക്കായി നമുക്ക് നന്ദി പറയാം. പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അത് ദൈവിക സംവിധാനത്തിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വിശ്വസ്തയാൽ പണിയപ്പെട്ട പ്രതിരോധ കോട്ടയാണ്. ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് ഉള്ള വിവരണം സങ്കീർത്തനം 91 നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ദൈവിക പരിപാലന സംബന്ധിച്ച നിരന്തര അനുഭവമാണ് ദൈവിക സംരക്ഷണത്തെ ഉറച്ച് പ്രഖ്യാപിക്കുന്നത്. സർവശക്തനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ വിശ്വസ്തത നമുക്ക് കവചയും പരിചയവുമാണ്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് വാസമർപ്പിക്കുക, സ്നേഹത്തിൽ അവിടുത്തോട് ഒട്ടി നിൽക്കുക, അവിടുത്തെ നാമം അറിയുക, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക, ഇവയേതും ഇവിധ എല്ലാ ശ്രേഷ്ഠ പ്രവൃത്തികളും നമുക്ക് ഉറപ്പായ കോട്ടയും സംരക്ഷണവുമാണ്. അങ്ങനെ ആ സേവിങ് പവർ നമ്മെ അവിടുത്തെ ഭവനത്തിലും നമ്മുടെ കൂടാരത്തിലും വഴിയിലും യാത്രയിലും നമ്മെ കാത്തുകൊള്ളുകയും വീണ്ടും ആ ദിവ്യമഹത്വത്താൽ നാം പൊതിയപ്പെടുകയും ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രൂഡൻസ്, പ്രോവിഡൻസ്, പ്രൊട്ടക്ഷൻ എന്നീ നന്മകളെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയിൽ ഈ നന്മകൾ എങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു എന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. പ്രൂഡൻസ്. യോഹന്നാന്റെ സുവിശേഷം 2 കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ച് വിവരിക്കുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. 2 2, 3, 4 തിരുവചനങ്ങൾ. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും വിവേകത്തോടെ ഇടപെടുന്ന അമ്മ. യേശുവിൻ്റെ വളരെ വിസ്മയത്തോടും വിനയത്തോടുമുള്ള പ്രതികരണത്തിൽ, അവിടുത്തെ ഓർമ്മപ്പെടുത്തലിലും ഏറ്റവും വിവേകത്തോടെ അമ്മ പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന്. പ്രോവിഡൻസിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് നമ്മൾ എടുക്കുന്നത്. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തെക്കുറിച്ച് വിവരിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 1 46 മുതൽ 55 വരെയുള്ള തിരുവാക്യങ്ങളിലാണ്. അവിടെ അമ്മ ദൈവിക പരിപാലനയെ വാഴ്ത്തിപ്പാടുകയാണ്. ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു,
ദാസിയെ താഴ്മയിൽ നിന്ന് എടുത്ത് തലമുറകൾക്കുള്ള ഭാഗ്യനക്ഷത്രമായി ഉയർത്തി നിർത്തുന്നു. ശക്തനായവൻ, പരിശുദ്ധനായവൻ അവൻ്റെ ഭക്തരുടെ മേൽ ശ്രദ്ധാലുവാണ്. തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുന്നു. വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് പരിപാലിക്കുന്നു. അവിടുന്ന് തൻ്റെ കരുണ മറക്കാത്തത് കാരുണ്യത്തിൻ്റെ അനുസ്മരണം ഇസ്രായേലിന് സഹായമാണ്. വാഗ്ദാനത്തിൻ്റെ അനുസരണം, പ്രതിബദ്ധത, അങ്ങനെ അവിടുത്തെ മഹാവിശ്വസ്തതയാൽ നാം സുരക്ഷിതരുമാണ്. ആയത് അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമുള്ള അനുഗ്രഹവുമാണ്. പ്രൊട്ടക്ഷൻ. യോഹന്നാൻ 19 26 27 തിരുവചനങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പരിപാലനയിലുള്ള പരിപൂർണ വിശ്വാസം അമ്മയെയും മറ്റ് സ്ത്രീജനങ്ങളെയും ദൈവീക സംരക്ഷണത്തിൻ്റെ വലയം തീർത്ത് കുരിശിന് അടുത്ത് ചേർത്ത് നിർത്തുന്നു. ആ സ്നേഹവലയത്തിൻ്റെ ജ്വാലയിൽ, കൃപാപൂർണതയിൽ അമ്മ യോഹന്നാന് അമ്മയാകുന്നു. യോഹന്നാൻ അമ്മയ്ക്ക് മകനുമാകുന്നു. തലമുറകൾക്കായുള്ള ദൈവിക സംരക്ഷണവും സ്നേഹ പകർച്ചയുമാണത്. ദൈവിക സംരക്ഷണവും ദൈവപരിപാലനയും പരിശുദ്ധ ത്രിത്വത്തിൽ ദൈവപിതാവുമായി ഏറെ ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇത്തരണത്തിൽ വിജീനിയോ റിവാസിയ എന്ന ഇറ്റാലിയൻ സിസ്റ്ററിന് 1907 മുതൽ 1990 വരെ ജീവിച്ചിരുന്നത് ദൈവപിതാവിൻ്റെ വെളിപ്പെടുത്തൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതിന് 1988 ഇംപ്രിമാത്തോ ലഭിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് റെവലേഷന് വ്യക്തിപരമായ വിശ്വാസത്തിന് മാത്രമായിട്ടാണ് സഭ അനുവദിക്കുന്നത്. അത് സഭയുടെ പൊതുവായ വിശ്വാസത്തിൽ വരുന്നില്ല. ഇതിൽ 5 രഹസ്യങ്ങൾ ഉൾപ്പെടുത്തി ജപമാല ചൊല്ലുവാൻ പറയുന്നുണ്ട്. ഈ രഹസ്യങ്ങൾ മാനവരക്ഷയുടെ രക്ഷാകരമായിട്ടുള്ളതിൻ്റെ 5 ഘട്ടങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ദൈവപിതാവിൻ്റെ വിജയമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത്, ഗാർഡൻ ഓഫ് ഏദനിൽ ഹി പ്രോമിസസ് ദ കമ്മിങ് ഓഫ് ദി ലോർഡ്. രണ്ടാമത്, ഫിയറ്റ് ഓഫ് മേരി മംഗളവാർത്തയിൽ ഉള്ളത്. മൂന്നാമത്, ഗെത്സെമനിൽ ഹി ഗിവ്സ് ദി ഓൾ പവർ ടു ദ സൺ. നാലാമത്, പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്. അഞ്ചാമത്, ഫൈനൽ ജഡ്ജ്മെൻറ്റ്. ഈ രഹസ്യങ്ങൾ ആദ്യമേ ഒരു നന്മ നിറഞ്ഞ മറിയവും, തുടർന്ന് 12 സ്വർഗസ്ഥനായ പിതാവും, തുടർന്ന് ത്രിത്വസ്തുതിയുമായിട്ട് നമ്മൾ ചൊല്ലുകയാണ്. ഇത് ഒരിക്കലും പരിശുദ്ധ അമ്മയുടെ ജപമാലയ്ക്കുള്ള റീപ്ലേസ്മെൻ്റ് അല്ല, മറിച്ച് കാലഘട്ടത്തിന് ഉപകരിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രയറായിട്ട് എടുക്കാവുന്നതാണ്. വ്യക്തിപരമായിട്ട് എല്ലാ ഞായറാഴ്ചയും വർഷങ്ങളായിട്ട് ഈ ജപമാല ചൊല്ലുവാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാ വർഷത്തിലും ആദ്യ ഞായറാഴ്ച ദൈവപിതാവിനുള്ള ഫീസ്റ്റ് ആയിട്ട് ആഘോഷിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇത്തരത്തിൽ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷങ്ങൾക്ക് മുമ്പ്
ഓഗസ്റ്റ് മാസത്തിലെ ഒരു ഞായറാഴ്ച അടുത്തുള്ള ദേവാലയത്തിൽ അവർ ലേഡി ഓഫ് സ്നോസിൽ കുർബാനയ്ക്ക് പോകുമ്പം ദൈവപിതാവിൻ്റെ സ്റ്റാച്ചു പ്രൊസഷനായിട്ട് കൊണ്ടുവന്ന് ആൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. ആദ്യമായിട്ട് ഇത്തരണത്തിൽ ഒരു സ്റ്റാച്ചു അന്ന് കാണുകയാണ്. അടുത്ത വർഷവും ഓഗസ്റ്റ് ആദ്യത്തെ ഞായറാഴ്ച ഇതേ ദേവാലയത്തിൽ കുർബാനയ്ക്ക് പങ്കെടുക്കുവാൻ അവസരമുണ്ടായി. അന്ന് ഒരു വർഷം മുമ്പ് ദിവ്യബലി അർപ്പിച്ച അന്ന് പാസ്റ്ററായിരുന്നു. അതിൻ്റെ അടുത്ത വർഷം അച്ഛൻ ഒരു പിതാവായിട്ട് ബ്രൂക്ലിൻ ഡയസിസിലെ പിതാവായിട്ട് വന്നാണ് ആ ദിവ്യബലി അർപ്പിച്ചത്. പിതാവ് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചുവോ എന്ന് അറിയില്ല. എങ്കിലും അത് നമുക്ക് വലിയ കൗതുകകരവും വിസ്മയകരവുമായ ഒരു അനുഭവമായി. വേറെയും ദേവപിതാവിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് അനുഭവങ്ങളുണ്ട്. എങ്കിലും ഒരെണ്ണം ഇത്തരണത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിതാവെങ്കിലേക്ക് എത്തിച്ചേരുന്നത് ഈശോയുടെ ബലിയുടെ യോഗ്യതയാലാണ്. കരുണയുടെ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി കാഴ്ചവെക്കുന്നു എന്നാണ്. ഈ സമർപ്പണം ഏറ്റവും പൂർണ്ണമാകുന്നത് ഇടവക ദേവാലയത്തിലെ ബലിയർപ്പണത്തിലാണ്. ധ്യാനാവസരങ്ങളിലും മറ്റു പ്രത്യേക സാഹചര്യങ്ങളും അടുത്തുള്ള ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയാം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പാരഗ്രാഫ് കൂടി നമുക്കെടുക്കാം. കർത്തൃ പ്രാർത്ഥന സ്വർഗസ്വനായ പിതാവെ CCCയിൽ വിവരിക്കുന്നത് പാരഗ്രാഫ് 2759 മുതൽ 2864 വരെയാണ്. 2789 നാം ഇങ്ങനെ വായിക്കുന്നു: നാം നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ നാം ദൈവിക സത്തയെ വിഭജിക്കുന്നില്ല. കാരണം പിതാവാണ് അതിൻ്റെ ഉത്ഭവവും ആരംഭവും. പ്രത്യുത പുത്രനെ നിത്യമായി പിതാവാണ് ജനിപ്പിക്കുന്നതെന്നും പരിശുദ്ധാത്മാവ് അവിടെ നിന്നും പുറപ്പെടുന്നുവെന്നും നാം ഏറ്റുപറയുകയാണ്. നാം വ്യക്തികളെ കൂട്ടിക്കുഴയ്ക്കുന്നില്ല, മറിച്ച് പിതാവിനോടുള്ള നമ്മുടെ സംസർഗം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു വഴി അവരുടെ ഏക പരിശുദ്ധാത്മാവിലാണെന്ന് ഏറ്റുപറയുകയാണ്. പരിശുദ്ധ ത്രിത്വം അഭിവാജ്യവും സത്തയിൽ ഐക്യമുള്ളതുമാണ്. നാം പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം അവിടുത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കൺക്ലൂഷനിൽ അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിന് ലഭിക്കുന്ന ദൈവപരിപാലനയ്ക്ക് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. ന്യൂയോർക്കിലും USA മുഴുവനായും, ഇപ്പോൾ കാനഡയിലും, നാളുകളിൽ യൂറോപ്പിലും വേൾഡ് വൈഡായിട്ട് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഈ പ്രോഗ്രാം രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മണവാളനെ എതിരേൽക്കാൻ വിളക്ക് കൊളുത്തി ഇറങ്ങി പുറപ്പെട്ട വിവേകവതികളായ 5 കന്യകമാരെ പോലെ തിരിതെളിച്ച് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി നമുക്ക് ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കാം. ആമേൻ. ഹല്ലേലൂയ.